തീർക്കുവാൻ ഇന്ന് കാലം വാത്സല്യമുള്ള ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയും അതിനായി ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവവചന ശ്രദ്ധയ്ക്ക് വേണ്ടി നമുക്ക് തിരുസന്നിധിയിൽ ഒരുക്കത്തോടെ ആയിരിക്കാം. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, കേൾപ്പിക്കുമ്പോൾ, വായിക്കുമ്പോൾ എല്ലാം നമുക്ക് ബൈബിളിൽ ചില വ്യത്യസ്തമായ പദങ്ങൾ കാണാൻ സാധിക്കുന്നു. ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന് മഹത്വം അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് എന്ന വാക്ക് നമ്മൾ സർവ്വസാധാരണമായി കണ്ടുമുട്ടുമ്പോൾ കൈ കൊടുക്കുകയോ കൊടുക്കാതെയോ ഇരുന്നുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മലയാളത്തിൽ ദൈവത്തിന് സ്തുതി എന്ന് പറയും, ഇംഗ്ലീഷിൽ പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായ ഭാഷയിൽ അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹല്ലേലൂയ എന്ന വാക്കാണ്. അതുകൊണ്ട് ഇന്ന് പ്രകാരം ഞാൻ ഹല്ലേലൂയ എന്ന ആ വാക്കിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. പഴയ പുതിയ നിയമങ്ങളിലായി പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ 8 പ്രാവശ്യമാ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. പഴയ നിയമത്തില് 146, 47, 48, 49, 50 പ്രത്യേകിച്ച് 147, 148, 149, 150 ഈ 4 സങ്കീർത്തനങ്ങളുടെ തുടക്കത്തിൽ സങ്കീർത്തനം എഴുതിയ എബ്രായ ഭാഷയിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തുതി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ഒത്തുചേരണം. പുതിയ നിയമത്തിൽ 4 പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് പറയണം. പുതിയ നിയമത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് എവിടെയാണെന്ന് നിങ്ങൾ എന്നോടൊന്ന് പറയണം. പറയുമോ? പുതിയ നിയമത്തിൽ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1, 3, 4, 6 ഈ വാക്യങ്ങളാണ് ഈ വാക്ക് ഉപയോഗിച്ചത്. ഇനിയെങ്കിലും ഒരിക്കലും മറക്കരുത്. പഴയ നിയമത്തിൽ 147, 148, 149, 150 ഈ 4 സങ്കീർത്തനങ്ങളുടെ തുടക്കത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തുതി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ അവസാനമായി വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 1, 3, 4, 6 ഈ വാക്യങ്ങളിലാണ് അത് കാണുവാൻ സാധിക്കുന്നത്. ഈ എങ്കിലും നിങ്ങൾ നോട്ട് ചെയ്യുന്നത് അനിവാര്യമാണ്. എന്റെ ബൈബിൾ നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ സാധിക്കും. ഞാൻ ഹല്ലേലൂയ എന്ന വാക്കിന്റെ അടിയിൽ കളർ ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ എന്ന വാക്ക് കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തുതി, ദൈവത്തിന് ബഹുമാനം, ദൈവത്തിന് പുകഴ്ച എന്നതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെ നമ്മൾ അറിഞ്ഞ് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. വീണ്ടും ചോദിക്കേണ്ട ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 4 സ്ഥലങ്ങളിൽ, ഒരധ്യായത്തിൽ 4 സ്ഥലങ്ങളിൽ ഹല്ലേലൂയ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് 4 കാര്യങ്ങളെ ആസൂത്രിതമായി അവലംബിച്ചുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം ഇതുപോലെ നമ്മൾ അറിയേണ്ടത് അനിവാര്യമാണ്. ആദ്യമായി വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഈ 19-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഇത് ഹെവൻലി സീൻ, സ്വർഗീയ ദർശനമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതൊരു സ്വർഗീയ കാഴ്ചപ്പാടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദ ജോയ് സീൻ ഇൻ ഹെവൻ, സ്വർഗത്തിലെ ആനന്ദത്തിന്റെ ദർശനമാണ്, സ്വർഗത്തിലെ സന്തോഷത്തിന്റെ ദർശനമാണ്, സ്വർഗത്തിലെ ഐശ്വര്യപൂർണമായ ആഹ്ലാദത്തിന്റെ ഒരു കാഴ്ചയായിട്ട് നമ്മൾ ഇതിനെ കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, ഇത് സ്വർഗീയ ഭാഷയാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ചെല്ലുമ്പോൾ ഈ വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. നമ്മൾ വേദപുസ്തക പ്രകാരം ഹല്ലേലൂയ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളുമായുള്ള ബന്ധത്തില് 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, നമ്മുടെ ഉള്ളത്തിൽ നല്ല സന്തോഷവും ശാന്തിയും ഉണ്ടാകുന്നു. രണ്ടാമത്, നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. മൂന്നാമത്, നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ നമ്മുടെ പ്രതിയോഗിയായ പിശാച്
നമ്മളെ വിട്ടുപോയി. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ ആനന്ദവും സന്തോഷവും ധൈര്യം ഉണ്ടാകുവാൻ, സ്വർഗം സന്തോഷിക്കുവാൻ, നമ്മുടെ പ്രതിയോഗി നമ്മളെ വിട്ടുപോയിപ്പോവാൻ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാതെ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഐശ്വര്യപൂർണമായ സമൃദ്ധിക്ക് ഒരു കാരണമായിരിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ ചിന്തയിലേക്ക് നമ്മൾ കടന്നുപോവുകയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയ ഒരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. എല്ലാറ്റിന്റെയും എല്ലാം നമ്മുടെ ദൈവമാകിയാൽ അവന് ഹല്ലേലൂയ പറയട്ടെ. എല്ലാറ്റിന്റെയും കാരണഭൂതൻ ദൈവമാകിയാൽ അവന് ഹല്ലേലൂയ പറയട്ടെ. എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ ദൈവമാകിയാൽ അവന് ഹല്ലേലൂയ പറയട്ടെ. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ദൈവമാകിയാൽ അവന് ഹല്ലേലൂയ പറയുമ്പോൾ അതിന്റെ ഒരു അംശം, അതിന്റെ ഒരു ഗുണം, അതിന്റെ ഒരു നേട്ടം, അതിന്റെ ഒരു വിജയം, അതിന്റെ ഒരു ഉന്നതി, അതിന്റെ ഒരു പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ മുഴക്കത്തോടെ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ 4 ഹല്ലേലൂയ ക്രമീകരണങ്ങളിൽ ഒന്നാമത്തെ ഹല്ലേലൂയ കാണുന്നു. ഹല്ലേലൂയ ഓഫ് റിഡംപ്ഷൻ, അത് വീണ്ടെടുപ്പിന്റെ ഹല്ലേലൂയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് തന്റെ ജീവിതം പരിപൂർണമായി കാൽവരിയിൽ മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിന്, പാപമോചനത്തിന്, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന്, പാപത്തിൽ നിന്നുള്ള മടങ്ങിവരവിന്, പാപത്തിൽ നിന്നുള്ള ഉദ്ധാരണത്തിന്, പാപത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ കർത്താവായ യേശു നമ്മുടെ സകലരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നിരിക്കാൻ, ആ ജീവൻ തന്ന കർത്താവ്, ആ ജീവൻ തന്ന കർത്താവിനെ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്, വീണ്ടെടുപ്പുകാരനായ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒന്നാമത്തെ ഹല്ലേലൂയ നാം ഉച്ചരിക്കുന്നത്, നാം ഉണർത്ത് പറയേണ്ടത് അത് വീണ്ടെടുപ്പിന്റെ ഹല്ലേലൂയയാണ് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. കർത്താവായ യേശു തന്റെ വീണ്ടെടുപ്പിന്റെ സമ്പൂർണ്ണ പൂർത്തീകരണമായിരുന്ന തന്റെ സ്വന്തം രക്തത്താൽ താൻ സമ്പാദിച്ച തന്റെ സഭയുമായി സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ മുഴക്കുകയാണ്. സകല മനുഷ്യരെ ഹല്ലേലൂയ മുഴക്കുകയാണ്. സകല മാലാഖമാരും ഹല്ലേലൂയ മുഴക്കുകയാണ്. കർത്താവിന്റെ സഭയാകുന്ന ജനം, അവരിൽ നമ്മൾ ഹല്ലേലൂയ മുഴക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത്തെ ഹല്ലേലൂയ അത് വീണ്ടെടുപ്പിന്റെ ഹല്ലേലൂയാണ്. കർത്താവ് തന്റെ സമ്പൂർണ്ണ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണമായിരിക്കുന്ന തന്റെ സഭയുമായി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ സകലരും ഒരുമിച്ച് ഉച്ച സ്വരത്തോടെ, അത്യുച്ച സ്വരത്തോടെ പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദമാണ് ഇവിടെ കാണുന്ന വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്ന വീണ്ടെടുപ്പിന്റെ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ വീണ്ടെടുപ്പ് ഭാഗികമായിട്ട് നടന്നിട്ടുള്ളൂവെങ്കിൽ ആ വീണ്ടെടുപ്പിന്റെ പൂർണ്ണമായ അവസ്ഥയിൽ അത് നടക്കണമെങ്കിൽ കർത്താവായ യേശു മടങ്ങി വരേണ്ടത് തന്നെ അനിവാര്യമാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് സമ്പൂർണ്ണമായി നിറവേറ്റപ്പെടും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഭൂമിയിൽ കൃഷി ചെയ്തിട്ട് ഭൂമി ഫലം തരുന്നില്ല. നമ്മൾ ഭൂമിയുമായി മല്ലടിച്ചിട്ട് അത് ഒരിക്കലും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സംതൃപ്തി തരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സകലരും ശാപത്തിന് കീഴിലായിരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18 മുതൽ വായിക്കുമ്പോൾ, നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ്സിനോട് തുലനം ചെയ്യുമ്പോൾ ഈ കാലത്തിലെ കഷ്ടതകൾ സാരമില്ല എന്ന് ഞാൻ കണക്കാക്കുന്നു. അതിന്റെ 19-ാം വാക്യം ശ്രദ്ധിക്കുക. സർവ സൃഷ്ടിയും, അല്ലെങ്കിൽ സൃഷ്ടി ദൈവപുത്രന്മാരുടെ പ്രത്യക്ഷതയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 21-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ സൃഷ്ടി തന്നെ ജീർണതയുടെ ബന്ധനത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം നേടും. 22-ാം വാക്യം, സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി
പ്രസവ വേദനയോടെ എന്ന് നാം അറിയുന്നുവല്ലോ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന, നമ്മൾക്ക് കാണുവാൻ കഴിയാത്ത സകല സൃഷ്ടിയും എങ്ങനെ ഇരിക്കുകയാണ്? ഒരുപോലെ ഞരങ്ങി പ്രസവ വേദനയുടെ അനുഭവത്തോട് തുലനം ചെയ്യുന്ന അവസ്ഥയിൽ ഇരിക്കുകയാണ്. കാരണം ഒന്നിനും ഒരു മോചനം ഉണ്ടായിട്ടില്ല, ഒന്നിനും ഒരു ഉദാഹരണം ഉണ്ടായിട്ടില്ല, ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല, ഒന്നിനും ഒരു വിടുതൽ ഉണ്ടായിട്ടില്ല, ഒന്നിനും ഒരു വിമോചനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ഒരു സമയം സ്വർഗത്തിൽ നിറഞ്ഞു വന്ന് തന്റെ വിശുദ്ധന്മാരെ ചേർത്ത് സ്വർഗത്തിലേക്ക് പോയിട്ട് അവരുമായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോഴാണ് സകല സൃഷ്ടിയുടെയും ആകാംക്ഷയുടെ സുദിനമായി, സമയമായി, സന്ദർഭമായി അവരെല്ലാം കാത്തിരിക്കുന്ന അവരുടെ മോചന വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 19 അധ്യായം 1 വാക്യത്തിൽ വീണ്ടെടുപ്പിന്റെ ഹല്ലേലൂയ ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. സക്കറിയാവിന്റെ പ്രവചന പുസ്തകം 14 അധ്യായം അതിന്റെ 4 വാക്യം വായിക്കുമ്പോൾ, സക്കറിയാവിന്റെ പ്രവചനം 14 അധ്യായം അതിന്റെ 4 വാക്യം, ആ നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ ചീന്തിപ്പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും മാറിപ്പോകും. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്ന് തന്റെ വിശുദ്ധന്മാരെ ചേർത്തതിനു ശേഷം വിശുദ്ധന്മാരുമായിട്ട് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന സംഭവത്തെ കുറിച്ചാണ് പ്രവാചകനായ സക്കറിയാവ് 14 അധ്യായത്തിൽ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, സകല സൃഷ്ടിയുടെയും വേദന മാറുവാൻ, സകല സൃഷ്ടിയുടെയും നൊമ്പരം മാറുവാൻ, സകല സൃഷ്ടിയുടെയും കഷ്ടം മാറുവാൻ, സകല സൃഷ്ടിയുടെയും അരിശ്വര പ്രയാസങ്ങൾ മാറുവാൻ കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് തന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുക തന്നെ ചെയ്തേ മതിയാകൂ. ആമേൻ. അതുകൊണ്ടാണ് വെളിപ്പാടുകാരൻ 19 അധ്യായം 1 വാക്യത്തിൽ പറയുമ്പോൾ അത് വീണ്ടെടുപ്പിന്റെ ഹല്ലേലൂയ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ക്രിസ്തീയ വിശ്വാസ ജീവിത മുന്നേറ്റ യാത്രയിൽ നമ്മുടെ ആവശ്യങ്ങളുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹല്ലേലൂയ പറഞ്ഞ് മോചനം പ്രാപിച്ചുകൊണ്ടേയിരിക്കട്ടെ, ഹല്ലേലൂയ പറഞ്ഞ് ഉദ്ധാരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കട്ടെ, ഹല്ലേലൂയ പറഞ്ഞ് വീണ്ടെടുപ്പ് പ്രാപിച്ചുകൊണ്ടേയിരിക്കട്ടെ, ഹല്ലേലൂയ പറഞ്ഞ് വിടുതൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കട്ടെ. ആമേൻ. ഒരു പ്രയാസം മനസ്സിലുണ്ടാകുമ്പോൾ കർത്താവേ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ നിന്റെ പ്രശ്നം വഴിമാറിപ്പോകും. നിന്റെ ജീവിതത്തിൽ ഒരു ഭാരം ഉണ്ടാകുമ്പോൾ കർത്താവേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ ഭാരം വഴിമാറിപ്പോകും. നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും വിട്ടുമാറാത്ത ക്ലേശ പ്രതികൂലമുണ്ടെന്ന് നിനക്ക് തോന്നുമ്പോൾ കർത്താവേ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ നിന്റെ ശരീരത്തിലെ ക്ലേശ രോഗം നിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറും. ആമേൻ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ പറയുന്നത് നല്ലതാണ്, ഹല്ലേലൂയ ഉച്ചരിക്കുന്നത് നല്ലതാണ്, ഹല്ലേലൂയ പഠിപ്പിക്കുന്നത് നല്ലതാണ്, ഹല്ലേലൂയ പഠിക്കുന്നത് നല്ലതാണ്, ഹല്ലേലൂയയെ കുറിച്ച് പ്രകീർത്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 19 അധ്യായം അതിന്റെ 1 വാക്യത്തിൽ 1ാമത്തെ ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ ഓഫ് റിഡംപ്ഷൻ, അത് വീണ്ടെടുപ്പിന്റെ ഹല്ലേലൂയയാണ്. അതുകൊണ്ട് ഒരു ദൈവവൈദ്യൻ തന്റെ ജീവിതത്തിലുടനീളം ഈ വീണ്ടെടുപ്പിന്റെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടേ മുന്നോട്ട് പോകണം. കാരണം ഓരോ നിമിഷവും നമ്മൾ വീണ്ടെടുക്കേണ്ടത് അനിവാര്യമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 1 അധ്യായം അതിന്റെ 7 വാക്യം പഠിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 1 അധ്യായം അതിന്റെ 7 വാക്യം പഠിക്കുമ്പോൾ, ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു വരുമല്ലോ. ആ കർത്താവായ യേശു വരുമ്പോൾ സകലത്തിന്റെയും വീണ്ടെടുപ്പ്, നമ്മുടെ അടക്കമുള്ള വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടും എന്ന് കാണുവാൻ കഴിയുകയാണ്. മത്തായി സുവിശേഷം 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ, 24 അധ്യായം അതിന്റെ 29 മുതൽ വായിക്കുമ്പോൾ, ആ കാലത്ത് കഷ്ടത കഴിഞ്ഞാൽ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും നക്ഷത്രങ്ങൾ ആകാശത്ത് വീഴും, ആകാശത്തിന്റെ
അതിന്റെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങുമെന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും വിലപിക്കും. മനുഷ്യപുത്രൻ ആകാശ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരും. ആമേൻ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ആ കർത്താവായ യേശുവിന്റെ ആഗമനത്തെ ഓർത്തുകൊണ്ട് സകല മനുഷ്യരും സഭാജനങ്ങളും മാലാഖമാരും ഒരുമിച്ച് പറയാണ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ എന്ന് പറയുന്നത് നല്ലതാണ്. അത് ചിലരുടെ അവകാശമല്ല, അത് ചിലർക്ക് മാത്രം എഴുതി കൊടുത്ത കുത്തകയല്ല, അത് ദൈവമക്കളുടെ അവകാശമാണെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. അതിന് സമുദായ വ്യത്യാസമില്ല, അതിന് സഭാ വ്യത്യാസമില്ല, വിശ്വാസികളുടെ വ്യത്യാസമില്ല, എല്ലാവർക്കും അവകാശപ്പെട്ടാണ് ഹല്ലേലൂയ. ചിലരുടെ മാത്രം കുത്തകയല്ല, സകല ക്രൈസ്തവ വിശുദ്ധന്മാരുടെയും അവകാശമായി അവർക്ക് ദൈവം അനുഗ്രഹത്തിന്റെ ഭാഗമായി നൽകിയിരിക്കുന്ന ദൈവിക നിയോഗമായി ദൈവത്തിന്റെ വചനമാകിയാൽ നമ്മുടെ ജീവിതത്തിലുടനീളം ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോയാൽ സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ച് ദൈവകൃപയുടെ ആ ബഹുത്വത്താൽ നമ്മൾ ശക്തിപ്പെടുവാൻ ഇടവരുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസ് 23-ാം അധ്യായം. ഇവിടെയെല്ലാം യേശു വരുമ്പോൾ ഈ ഭൂമിയിലെ സകല ഗോത്രങ്ങളും സകല മനുഷ്യരും സകല മാലാഖമാരും ഒരുമിച്ച് ഹല്ലേലൂയ പറയുവാൻ ഒരു സമയമുണ്ട് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ. എന്നാൽ നമ്മുടെ സമയം ഇതാകിയാൽ ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കണം? ഹല്ലേലൂയ കർത്താവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തില് അത് അനിവാര്യമാണെന്ന് ഓർപ്പിക്കട്ടെ. ഈ മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 13, ലൂക്കോസ് 21 ഈ അധ്യായങ്ങളിൽ ഇത് ദൃശ്യമായ യേശുവിന്റെ വരവാണ്. പ്രിയ ദൈവമക്കളെ, ദ വിസിബിൾ കമ്മിങ് ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ ദൃശ്യമായ വരവിൽ ഈ ലോകത്തിലുള്ള സകലരും യേശുവിന് ഹല്ലേലൂയ പറയുമ്പോൾ യേശു നമ്മളെ ചേർക്കാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടേ ജീവിക്കുക. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുമെന്ന് ഓർപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേഴ്സണൽ കമ്മിങ് ആണ്, വിസിബിൾ കമ്മിങ് ആണ്. അതിന്റെ വ്യക്തിപരമായ ദൃശ്യമായ ഒരു വെളിപ്പെടലാണ് ആ ദിവസം സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സകല വിശുദ്ധന്മാരും അതിനായി ഹല്ലേലൂയ മുഴക്കട്ടെ, സകല മനുഷ്യരും അതിനായി ഹല്ലേലൂയ മുഴക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കർത്താവായ യേശുവിന്റെ ഒരു പ്രോമിസ് ഉണ്ട്, ഐ വിൽ കം ടു യു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മളെ വിട്ടിട്ടവൻ പോയവനല്ല, നമ്മളെ ഒഴിവാക്കിയിട്ടവൻ പോയവനല്ല, നമ്മളെ ഒഴിച്ചവൻ പോയവനല്ല, നമുക്ക് വേണ്ടി നമ്മുടെ അടുക്കൽ തന്നെ വരും. ആമേൻ. മറ്റാരുടെയും അടുക്കലല്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ടായിരിക്കുമല്ലോ പഴയ നിയമത്തിൽ യോബ് തന്നെ പറയുന്നത്, അന്യനല്ല ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് അവനെ കാണുമല്ലോ, എന്റെ കർത്താവിനെ ഞാൻ തന്നെ കാണുന്ന ഒരു ദിവസത്തിലായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ആത്മീയ ചൈതന്യ ശക്തി പ്രാപിക്കുവാൻ ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ആത്മീയ ഉച്ചാരണം നൽകി ആത്മീയമായി ബലപ്പെടും. അതിനുവേണ്ടി എന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക് ഹല്ലേലൂയ എന്ന് ഒന്നായിരിക്കട്ടെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് ദിസ് കമ്മിങ് ഈസ് പബ്ലിക്, ഇത് പരസ്യമായ വരമാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പരസ്യമായി വരും എന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെ വരുന്ന വരവിൽ സകലരും അവന് ഹല്ലേലൂയ മുഴക്കുമ്പോൾ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് വേണ്ടി നമ്മൾ ഹല്ലേലൂയ മുഴക്കുന്നത് നല്ലതാണ്. വെളിപ്പാട് പുസ്തകം 19-ന്റെ 1, 3, 4, 6, 4 വാക്യങ്ങളിൽ 4 സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ എന്ന വാക്ക് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നതിന് നോക്കുമ്പോൾ 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒന്നാമത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ ഓഫ് റിഡംപ്ഷൻ, അത് വീണ്ടെടുപ്പിന്റെ ഹല്ലേലൂയാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഈ അവർണ്ണനീയമായ ജീവിതയാത്രയിൽ നമ്മുടെ പ്രയാസപ്പെടുന്ന പ്രതിബന്ധങ്ങളെ വിട്ടുമാറി ദൈവസേനയിൽ ആത്മീയമായി ശക്തി ബലവും ചൈതന്യവും പ്രാപിച്ചു മുന്നോട്ട് പോകാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ.
ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന ഒരു സംശയ ചിന്ത ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ ലോർഡ്, ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ യഹോവ, ഹല്ലേലൂയ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ വാക്കിന്റെ സ്വർഗീയ ചൈതന്യ ശക്തിയാൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലപ്പെട്ട് ദൈവസേനയിൽ പുഷ്ടി പ്രാപിക്കുമെന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പഴയ നിയമത്തില് 147, 148, 149, 150 ഈ 4 സങ്കീർത്തനങ്ങളുടെ തുടക്കത്തിൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് പുകഴ്ച, ദൈവത്തിന് ബഹുമാനം എന്ന അർത്ഥമുള്ള എബ്രായ ഭാഷയിലെ ഹല്ലേലൂയ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ പുതിയ നിയമത്തിൽ 4 സ്ഥലങ്ങൾ ഉപയോഗിച്ചിരിക്കും. വെളിപ്പാട് 19:1-4 വാക്യങ്ങളിൽ ഹല്ലേലൂയ പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ഹല്ലേലൂയ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് വീണ്ടെടുപ്പിന്റെ ഹല്ലേലൂയ ആകിയാൽ നമ്മുടെ ജീവിതത്തിലും വീണ്ടെടുപ്പിന്റെ ഒരു ഭാഗം നടക്കേണ്ടതുകൊണ്ട് അതിനുവേണ്ടി ശരിയുടെ വിശ്വാസത്താൽ കാത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹല്ലേലൂയ മുടക്കി മുന്നോട്ട് പോകണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ആമേൻ.